واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. സൂറത്തുൽ ബഖറയിലെ 48-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഏതാനും നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി യൗമല്ല, അവിടെ നിയമം അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയാണ്. തെൻവീന് ശേഷം ലാമ് വന്നു. അപ്പോൾ തെൻവീനിനെ ലാമിൽ ചേർത്ത് ലയിപ്പിച്ച് മണിക്കാതെയാണ് ഓതേണ്ടത്. വത്തഖൂ യൗമൻ ലാ തജ്സി, യൗമൻ ലാ നഫ്സുൻ അൻ നഫ്സിൻ, അൻ നഫ്സിൻ എന്ന വാക്കിൽ മണിക്കേണ്ടതാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം നൂന് വന്നു. അൽ ഇദ്ഗാമു ബിഗുന്ന എന്നാണ് ആ നിയമത്തിന്റെ പേര്. അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് വന്നു. അവിടെ അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. തൻവീന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ ولا يؤخذ منها عدل ولا هم ينصرون. ولا يؤخذ منها عدل ولا هم, അവിടെ തൻവീന് ശേഷം വാവ് വന്നു. വാവ് അൽ ഇദ്ഗാമു ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ തെൻവീനിനെ വാവിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വലാഹും യുൻസറൂൻ, സാക്കിനായ നൂന് ശേഷം സ്വാദ് വന്നു. സ്വാദ് അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ നിയമമാണ്. അവിടെ നൂന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 48-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, യൗമ, ഒരു ദിവസത്തെ, ലാ തജ്സി, പ്രതിഫലം നൽകുകയില്ല അല്ലെങ്കിൽ ഉപകരിക്കുകയില്ല, നഫ്സുൻ, ഒരു ദേഹവും അല്ലെങ്കിൽ ഒരു ആത്മാവും, അൻ നഫ്സിൻ, ഒരു ദേഹത്തിനും അല്ലെങ്കിൽ ആത്മാവിനും, ഷൈഅ, യാതൊന്നും, വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയുമില്ല, മിൻഹ, അതിൽ നിന്ന്, ശഫാഅത്തുൻ, ഒരു ശുപാർശ, വലാ യുഖദു, മേടിക്കപ്പെടുകയുമില്ല, മിൻഹ, അതിൽ നിന്ന്, അദ്ലുൻ, കിടയൊത്തത് അല്ലെങ്കിൽ പ്രായശ്ചിത്തം, വലാഹും, അവർ ഇല്ല താനും, യുൻസറൂൻ, അവർ സഹായിക്കപ്പെടും. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല, അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളോട് വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ഒരു താക്കീത് എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ്.
ഈ രൂപത്തിൽ അവരോട് സംസാരിക്കാൻ ഇടയാക്കിയത് അവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട പിഴച്ച വിശ്വാസമാണ്. ഞങ്ങൾ പ്രവാചകത്വത്തിന്റെയും വേദഗ്രന്ഥത്തിന്റെയും ആളുകളാണ് ഞങ്ങൾ എന്നാണ് ജൂതന്മാർ പറയാറുണ്ടായിരുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുക അത് ഇസ്രായേൽ സന്തതികളിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥത്തിന്റെ ആളുകളും ഞങ്ങൾ തന്നെയാണ് എന്ന ഒരു ധാർഷ്ട്യം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണ അത് അവരുടെ കുത്തകയാണ് എന്നാണ് ജൂതന്മാർ കരുതിയത്. കാരണം ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഒരു തെറ്റുകൾ ഈ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് വന്നുപോയിട്ടുണ്ട് എങ്കിൽ അതിൽ അള്ളാഹു ശിക്ഷിക്കുകയാണ് എങ്കിൽ തന്നെ നരകത്തിൽ വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഞങ്ങൾക്കവിടെ കഴിയേണ്ടി വരികയുള്ളൂ എന്നാണ് ജൂതന്മാർ വിശ്വസിച്ചിരുന്നത്. ജൂതന്മാർ ഈ രൂപത്തിൽ ആളുകളോട് പറഞ്ഞു നടക്കുകയും ഈ രൂപത്തിലുള്ള അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജൂതന്മാരുടെ ഈ അവകാശവാദങ്ങളെല്ലാം തന്നെ വ്യാജവും നിരർത്ഥകവുമാണ് എന്നും ഈ നിലക്ക് ജൂതന്മാർ അവരുടെ സംസാരവും വിശ്വാസവും തുടരുകയാണ് എങ്കിൽ നാളെ പരലോകത്ത് ഇവർ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അല്ലാഹു അവർക്ക് നൽകിയ ശ്രേഷ്ഠതകളും ഓർമ്മപ്പെടുത്തിയ ശേഷം അത് അവർക്ക് ലഭിക്കാൻ കാരണമായ ആ നല്ല അവസ്ഥകൾ അവരിപ്പോൾ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. ഇന്ന് അവരിലേക്ക് അല്ലാഹു നിയോഗിച്ച അന്ത്യപ്രവാചകനെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. ആ പ്രവാചകനിലൂടെ അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം അംഗീകരിക്കുവാൻ അവർ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കോപത്തിനും കഠിനമായ ശിക്ഷക്കും ഈ ജൂതന്മാർ വിധേയരായിട്ടുണ്ട് എന്ന ഗൗരവമായ താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. നാളെ പരലോകത്ത് ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകമായി ഓർക്കേണ്ട കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ആദ്യമായി ഈ ആയത്തിൽ ആ പരലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത 4 കാര്യങ്ങളാണ് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ, അന്ന് ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല. വലാഹും യുൻസറൂൻ, അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല എന്ന്. സഹോദരങ്ങളെ, ഇവിടെ 4 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തേത് അന്ന് ഒരാളും ഒരാൾക്കും ഉപകരിക്കുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. രണ്ടാമത്തെ കാര്യം അന്ന് യാതൊരു ശുപാർശയും സ്വീകാര്യമല്ല എന്നാണ്. മൂന്നാമത്തേത് അന്ന് ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല. അതായത് ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടത്തക്കവണ്ണം അതിന് പകരം വല്ലതും നൽകി രക്ഷപ്പെടുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. നാലാമത്തെ കാര്യം അന്ന് അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയമായവർക്ക് ആരിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കുകയില്ല എന്ന്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ 4 കാര്യങ്ങൾ അവ ഓരോന്നും അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അത് ഓരോന്നും ഇൻഷാ അല്ലാഹ് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.